ഡൽഹിയിൽ ഇന്നലെയുണ്ടായ അല്ലെങ്കിൽ രാജ്യത്തെ നടുക്കിയ സ്ഫോടന നടന്നിരിക്കുന്ന സ്പോട്ട് വളരെ തന്ത്രപ്രധാനമായ ലാൽ കില ചെങ്കോട്ട ഉൾപ്പെടുന്ന മേഖലയാണ്. ആ മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തുന്ന രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ടയ്ക്ക് തൊട്ടുമുന്നിൽ എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന ഡൽഹിയിലെ ഏറ്റവും തിരക്കുള്ള മാർക്കറ്റുകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഡൽഹി ജുമാ മസ്ജിദ്, ഏറെ വിശ്വാസികൾ എത്തുന്ന ഡൽഹി ജുമാ മസ്ജിദിനെ തൊട്ടരികെ എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ്. അതായത് ലാൽ കില, റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ ഗേറ്റിന് സമീപം. ഇതാണ് ആ സ്ഥലത്തിൻ്റെ ദൃശ്യം എന്ന് പറയുന്നത്. ആകാശ ദൃശ്യം ഇതാണ്, ആകാശ ചിത്രം ഇതാണ്. ഇവിടെയാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപം വലിയ തിരക്കുള്ള ഒരു മേഖലയാണ്. നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വലിയ തിരക്കുള്ള വാഹനങ്ങൾ വന്ന് നിൽക്കുകയും ആളുകൾ മെട്രോ സ്റ്റേഷനെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്നത്, ഭീതിപ്പെടുത്തുന്നത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ്. കാരണം ഒന്ന്, റെഡ് ഫോർട്ട്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തി നമ്മളെ അഭിസംബോധന ചെയ്യുന്ന റെഡ് ഫോർട്ട്, അതീവ തന്ത്ര പ്രാധാന്യമുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന സ്തംഭങ്ങളിലൊന്നായ ഒരു സ്ഥലം. ഇതിന് തൊട്ടരികെ ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായി എന്നുള്ളത് അതീവ സുരക്ഷാ വീഴ്ച കൂടി ചൂണ്ടിക്കാട്ടുന്നതാണ്. എങ്ങനെ അക്രമികൾക്ക് അല്ലെങ്കിൽ അവിടെ ഈ സ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് അവിടെ എത്താൻ സാധിച്ചു എന്നുള്ളത് അത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പോയിന്റ് നമ്പർ 1. അതോടൊപ്പം തന്നെയാണ് തൊട്ടരികെ നമ്മൾ കാണുന്ന ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് റോഡ്. ഈ കാണുന്ന പ്രദേശമുണ്ടല്ലോ, ഈ കാണുന്ന ഒരു ബെൽറ്റ്, ഈ കാണുന്ന ചെറു കെട്ടിടങ്ങളൊക്കെ ഡൽഹിയിലെ ഏറ്റവും തിരക്കുള്ള മാർക്കറ്റാണ്. ഈ റോഡ് നേരെ ചെന്ന് ഇതിനടിയിലേക്ക് ഓരോ ചെറിയ പാതകളിലേക്കും കയറിയാൽ ഈ കാണുന്ന പ്രദേശമൊക്കെ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിൻ്റെ ഏരിയയാണ്. നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ ഡൽഹി കാണാൻ പോകുന്നവരും ഡൽഹിയിൽ എത്തുന്ന എല്ലാ ആളുകളും ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്ക്, ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ട് അവിടെ. ആ കരോൾ ബാഗ് മാർക്കറ്റ് ആണെങ്കിലും പഹാഡ്ഗഞ്ച് മാർക്കറ്റ് ആണെങ്കിലും സരോജിനി മാർക്കറ്റ് ആണെങ്കിലും, പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, വളരെ വൈവിധ്യമുള്ള ഒരു സ്ഥലമാണ്. ഭക്ഷണത്തിനായാലും സാധനങ്ങളായാലും ലെതർ ഉൽപ്പന്നങ്ങളായാലും ഒക്കെ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സമയത്തും തിരക്കുള്ള രാത്രിയായാലും പകലായാലും നേരം പുലരുന്ന സമയത്ത് മാത്രമാണ് ആ മാർക്കറ്റ് ഒന്ന് സജീവമാകാനുള്ള സമയമെടുക്കുന്നത്. എത്രയും ആൾക്കൂട്ടം മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കാറ് നേരെ ഈ മാർക്കറ്റ് റോഡിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താകുമായിരുന്നു നോക്കണം. ചാന്ദിനി ചൗക്കിൽ ഒരേ സമയത്ത് ആയിരക്കണക്കിന്, എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്ര ആളുകൾ തിങ്ങി നിറയുന്ന ഒരു സ്ഥലമാണ് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് സ്പോട്ടുകൾ നമ്മൾ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ആണെങ്കിലും, സ്ഫോടനമുണ്ടായ ഈ പെർട്ടിക്കുലർ ഈ സ്ഥലമാണെങ്കിലും, റെഡ് ഫോർട്ട് ആണെങ്കിലും അതീവ തന്ത്ര മേഖലയിൽപ്പെടുന്ന, തന്ത്രപ്രാധാന്യമുള്ള റെഡ് ഫോർട്ടിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ഈ ചിത്രം കൂടി കാണുമ്പോൾ നമുക്ക് കുറെ കൂടി ആശങ്കപ്പെടേണ്ടി വരും. കാരണം ഇതാണ് ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലം. നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഈ സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. തൊട്ടരികെ റെഡ് ഫോർട്ട്, ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. അതിന് തൊട്ടരികെ ഏതാണ്ട് 1 കിലോമീറ്റർ താഴെയാണ് ഡൽഹി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 4 പ്രദേശങ്ങൾ, ഈ 4 പ്രധാനപ്പെട്ട പോയിന്റുകളുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഡൽഹി എത്രമാത്രം സുരക്ഷിതമായി നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കണം. ഇന്ത്യ ഗേറ്റിലേക്കുള്ള ദൂരം ഏതാണ്ട് 4.5 കിലോമീറ്ററാണ്. 4.5 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യ ഗേറ്റിലേക്കുള്ള ദൂരം ഈ സ്ഫോടനം നടന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന്. കൊണാട്ട് പ്ലേസ് നമുക്കറിയാം, 2008 അവിടെ ഗ്രേറ്റർ കൈലാഷിലും മെഹ്റൂളി മാർക്കറ്റിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന വലിയ സ്ഫോടന പരമ്പരകളുണ്ടല്ലോ. അന്ന് കൊണാട്ട് പ്ലേസിൻ്റെ ഓരോരത്തും അന്ന് സ്ഫോടനം ഉണ്ടായിരുന്നു. കൊണാട്ട് പ്ലേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയുടെ ഹൃദയം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ്. വ്യാപാര വാണിജ്യ കേന്ദ്രം എന്ന് പറയാവുന്ന, അത്രയേറെ ആളുകൾ വന്ന് ദിവസം പോകുന്നതാണ്. അപ്പോൾ കൊണാട്ട് പ്ലേസ് ഉണ്ട് തൊട്ടരികെ. പാർലമെന്റ് മന്ദിരം വലിയ വ്യത്യാസമില്ലാതെ അവിടെയുണ്ട്. ഇന്ത്യ ഗേറ്റിൽ നേരെ പഴയ വിജയ് പത്ത്, രാജ്പത്ത്, അത് കഴിഞ്ഞ് ഇവിടെ രാഷ്ട്രപതി ഭവൻ, അവനോട് ചേർന്ന് പാർലമെന്റ് മന്ദിരം. വലിയ അകലെയില്ലാതെ ഇതൊക്കെ നിൽക്കുമ്പോഴാണ് റെഡ് ഫോർട്ടിന് അരികെ ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. വലിയ ആശങ്കയേറ്റുന്ന ഒരു കാര്യം തന്നെയാണത്.